السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد باللسان الجامعة في الحضرة الواسعة، صلاة تمد بها أجسامنا من جسمه وقلوبنا من قلبه وأرواحنا من روحه وأسرارنا من سره وعلومنا من علمه وأعمالنا من عمله وأخلاقنا من خلقه ووجهاتنا من وجهته ونياتنا من نيته وقصودنا من قصده، وتعود بركاتها علينا وعلى أولادنا وعلى أهلينا وعلى أصحابنا وعلى أهل عصرنا. يا نور يا نور يا نور اجعلنا نورا بحق النور. ബഹുമാനമുള്ളവരെ, സമസ്ത ജംഇയ്യത്തുൽ ഉലമായുടെ ഈ മഹാസമ്മേളനം ഗോൾത്തമജ് കല്ലടക്കയിൽ നടക്കുന്നത്, അത് സംഭവിക്കുന്നത് ഈ മേഖലയിൽ ദീനുൽ ഇസ്ലാം എങ്ങനെ കടന്നു വന്നോ അതേ രൂപത്തിലാണ് എന്ന് കാണുന്നത് ഏറ്റവും വളരെ സന്തോഷകരമാണ്. വെച്ചോ അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഇവിടുത്തെ ഹിന്ദു ധർമ്മത്തിന്റെ അതേ സഹിഷ്ണുത ഓർമ്മിപ്പിക്കത്തക്ക രൂപത്തിലാണ് ഇവിടെ ഈ മഹാസമ്മേളനം, സമസ്ത ജംഇയ്യത്തുൽ ഉലമായുടെ മഹാസമ്മേളനം ഈ ഗോൾത്തമജയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമ്മേളനത്തിനാവശ്യമായ ഭൂമിയും വെള്ളവും അതുപോലെ കാർ പാർക്കിനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരും എന്ന് നിർബന്ധം പിടിച്ചുകൊണ്ട് മുമ്പോട്ട് വന്ന ഇവിടുത്തെ ഹിന്ദു ധർമ്മസ്ഥരെ ഈ അവസരത്തിൽ ആ മഹാചരിത്രം ഒന്നുകൂടി ഓർമ്മിപ്പിച്ചതിൽ അവരെ അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഇങ്ങനെയാണ് ഇവിടെ ദീൻ വന്നതും ഇവിടെ ദീൻ നിലനിന്നതും ഇസ്ലാം ഇവിടെ വളർന്നതും ഈ രൂപത്തിലുള്ള ഈ പരസ്പര സൗഹാർദ്ദത്തിലൂടെയാണ്. ദീനുൽ ഇസ്ലാം ഇവിടെ കടന്നു വന്നപ്പോൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതും അതേ ആ രൂപത്തിലുള്ള സൗഹാർദ്ദമാണ്. ആ സൗഹാർദ്ദം അന്നു മുതൽ ഇന്ന് വരേക്കും അതേ രൂപത്തിലാണ് മുസ്ലിമീങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഇമാം മഹദി തങ്ങൾ വരുന്നത് വരെ അതേ രൂപത്തിൽ ചിന്തിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ മതി. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മാറ്റി ചിന്തിക്കേണ്ട ഒരാവശ്യവും ഇല്ല എന്ന് ഉറക്കെ ഉച്ചസ്ഥരം ഉദ്ഘോഷിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. സമസ്ത എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഷിആർ, ഇസ്ലാമിനെ നിലനിർത്താൻ വേണ്ടി വരക്കൽ മുല്ലക്കോയ തങ്ങളും അനുചരന്മാരും ചേർന്ന് പടുത്തുയർത്തിയ മഹാവിദ്യയാണ് സമസ്ത ജംഇയ്യത്തുൽ ഉലമ. സമസ്തയെ ആര് ശക്തിപ്പെടുത്തുന്നോ അവർ ദീനുൽ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തുന്നു. സമസ്തയെ ആര് ക്ഷയിപ്പിക്കാൻ ശ്രമിക്കുന്നോ അവർ ദീനുൽ ഇസ്ലാമിനെ ക്ഷയിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ ഇരിക്കെ സമസ്ത ഈ ഗോൾത്തമജയിൽ വന്നപ്പോൾ ഇവിടുത്തെ ഹിന്ദു ധർമ്മസ്ഥര് ഇങ്ങനെ ഇത്രയും ഹൃദയ വിശാലതയോടുകൂടെ മനസ്സു കാണിച്ചു തന്നതിനെ പറയാതിരുന്നാൽ ഞാൻ പൂർണ്ണ കാര്യം നന്ദിയുള്ളവനാവുകയില്ല. മാത്രമല്ല സുന്ദർ ഷെട്ടി അവരുകള് നമ്മുടെ സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട്. ഈ മഹാപ്രസ്ഥാനത്തിന്റെ അധിപനായ തഖിയുദ്ദീൻ കോയക്കുട്ടി മുസ്ലിയാർ അവരുകളെ അദ്ദേഹത്തിന് ഒരു ഉപഹാരം നൽകിക്കൊണ്ട്
ആദരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട് സഹോദരന്മാരെ. സർവസ്വാഗതവും അദ്ദേഹത്തിന്. എന്നാൽ ഈ സമസ്തയെ ആരും ചെറുതായി കണ്ടുപോകരുത്. ഇന്ന് സമസ്തയുടെ ഏറ്റവും അധികം അതിന്റെ മഹത്വം, അതായത് ഊർജ്ജസ്വലതയും ഔത്സുക്യവും ഏറ്റവും കൂടുതൽ നിലകൊള്ളുന്നത് ഇന്ന് ദക്ഷിണ കന്നഡ ജില്ലയിലാണ്. ലാ ശക്ക വലാ റൈബ ഫീ. പക്ഷേ അത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അത് ഖിയാമത്ത് നാൾ വരെ അതുപോലെ തന്നെ നിലനിൽക്കണം. എന്തുകൊണ്ട് ഞാൻ എന്ന് പറയുന്നത്, ലോകം മുഴുവനും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ഇങ്ങനെ ഒരു സമ്മേളനം വിളിച്ചാൽ, ഇതുപോലൊരവസ്ഥയിൽ ഇതുപോലൊരു സമ്മേളനം വിളിച്ചാൽ ഇതുപോലെ ഉത്തരം പറയാൻ വേറെ ഒരു സ്ഥലത്തും ആള് ലോകത്ത് കിട്ടുകയില്ല എന്ന് കണ്ടു മനസ്സിലാക്കിയിട്ടുള്ളവനാണ്. അതായത് നമ്മുടെ മേഖല എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകത കൂടെയുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ട നേരത്ത് ഗാറുൽ ഹിറായുടെ ചുറ്റും അള്ളാഹുവിന്റെ ഔലിയാക്കൾ സമ്മേളിക്കുന്ന നേരത്ത്, ആ നേരത്ത് ഇവിടെ അധികവും ഈ മേഖലയിൽ അധികവും ഖുനൂത്ത്, ഫജ്ർ നമസ്കാരത്തിലെ ഖുനൂത്ത് നടക്കുന്നത് ആ അവസരത്തിലാണ്. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്. ആ സമയത്ത് നബി തങ്ങളെ പ്രസവിക്കപ്പെട്ട നേരത്ത് ആരെന്ത് ചോദിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം ചെയ്യും എന്നുള്ളത് അള്ളാഹുവിന്റെ ഔലിയാക്കൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. ആ മഹാഭാഗ്യവും കൂടിയുള്ള ഈ നാടിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിലവന്നത് കൊണ്ടിട്ട് ആ പാരമ്പര്യവും ആ പൈതൃകവും വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ലാതെ ഇവിടെ കാക്കപ്പെടുന്നു. ഇങ്ങനെ ഒരു വ്യവസ്ഥ ലോകത്ത് എവിടെയുമില്ല സഹോദരന്മാരെ. ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഞാൻ എവിടെയും എൻ്റെ അനുഭവം ഞാൻ പറയുന്നതാണ്. അതായത് സലാലയിലേക്ക് ഞാൻ പോകുമ്പോൾ 35 വർഷം മുമ്പ് പോകുമ്പോൾ അവിടെ എല്ലാം അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ മാതൃകയിലും ആജ്ഞയിലും കാര്യങ്ങളിലും ഷർത്തുകളിലും നിബന്ധനകളിലും ആയിരുന്നു ദീനിന്റെയും അല്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും നടന്നിരുന്നത്. ഓരോ പള്ളികളിലും എല്ലാ വെള്ളിയാഴ്ചയും മൗലീദ് നടക്കും. അതേ പ്രകാരം തന്നെ മറ്റെന്തെല്ലാം, അതായത് സിയാറത്തും ബഹുമാനപ്പെട്ട ചേരമാൻ പെരുമാൾ അവരുടെ മഖ്ബറയിൽ വന്നിട്ട് വർഷം പിന്തിപ്പോയാൽ, മഴ പിന്തിപ്പോയാൽ അവർ അവിടെ വന്ന് മൗലൂദ് ഓതി ദുആ ചെയ്യും മഴ പെയ്യാൻ. കാരണം അദ്ദേഹം കാരണമായിട്ടാണ് അവിടെ മഴ വന്നത്. അപ്പോൾ ആ മഴ അവിടെ പെയ്യുകയും ചെയ്യും. ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് മറ്റു റാത്തീബുകളും വേഴ്ചകളും ഒക്കെ ഭംഗിയായിട്ട് നടത്തപ്പെട്ടിരുന്ന ഒരു നാടാണ് സലാല. പക്ഷേ അതേ ഞങ്ങൾ പോയപ്പോ പുതിയ ഭരണം വന്ന സമയമാണ്. നജ്ദിയൻ പ്രസ്ഥാനങ്ങൾ അവിടെ ഇങ്ങോട്ട് വന്നിട്ട് അവരുടെ പ്രവർത്തനവും ഒരു ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഉലമാക്കളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അതാ നിങ്ങൾ ഇതാ ഇങ്ങനെ ഇരുന്നാൽ, ഒന്നും അനങ്ങാതിരുന്നാൽ ഇവിടെ സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കുകയില്ല. അതിന് ഇവിടെ മറ്റുള്ളവരുടെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിന് തടയിടണമെങ്കിൽ മലബാറിൽ വരക്കൽ മുല്ലക്കോയ തങ്ങളും അനുചരന്മാരും പടുത്തുയർത്തതുപോലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ ഒരു മഹാവിത്തി നിങ്ങളും ഇവിടെ പടുത്തുയർത്തണം, അതിന് തടയിടാൻ. പക്ഷേ അവിടെ എന്തും ഗവൺമെന്റിന് നേടുന്ന സ്വഭാവമുള്ള അവർ എങ്ങനെ എന്ന് ചോദിച്ച് കാലം ചെയ്തു. പക്ഷേ അവിടെ അങ്ങനെ ഒരു ജമിയത്തുൽ ഉലമാക്ക് രൂപം നൽകപ്പെട്ടില്ല. എന്നാൽ ഈ 30 വർഷം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ എല്ലാ പള്ളിയിലും ഉണ്ടായിരുന്ന മൗലിദ് കേവലം 3 പള്ളികളിലേക്കായിട്ട് ചുരുങ്ങി. ഒന്ന് ഞാനുള്ള പള്ളിയിലും, പിന്നൊന്ന് തങ്ങന്മാരുടെ പള്ളിയിലും, പിന്നൊന്ന് ഷെയ്ഖുൽ ആഫീഫിന്റെ പള്ളിയിലും. പിന്നെ മാത്രമല്ല, സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ കാര്യങ്ങളും അടയാളങ്ങളും എടുക്കപ്പെട്ടു പോയി. ഇന്നത്തെ തലമുറകൾക്ക്, സലാലയിലുള്ളവർക്ക് എന്താണ് അങ്ങനെ അവിടെ നടന്നിരുന്നു എന്നുള്ളത് പോലും ഇന്നത്തെ തലമുറക്ക് അറിയില്ല. ഇവിടെ മനസ്സിലാക്കാനുള്ളത് എന്ത്, ഇതുപോലുള്ള ഒരു പ്രസ്ഥാനം സലാലയിൽ അന്ന് പടുത്തുയർത്തപ്പെട്ടിരുന്നെങ്കിൽ ഈ സലാലക്ക് ഇതുപോലുള്ള ഒരു ഗതി, ഈ അവസരം വരുമായിരുന്നില്ല. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സഹോദരന്മാരെ, ഏതുവരെ ഈ അവസാന കാലത്ത്
ഞാൻ തിരിച്ചു വരാനുള്ള കാലത്ത് മദ്രസകളിൽ പോലും സ്കൂളുകളിലും കോളേജുകളിലും സിലബസുകൾ തയ്യാറാക്കുന്നത് പാശ്ചാത്യ വിചക്ഷണന്മാരുടെ സ്വാധീനം കൊണ്ടായപ്പോൾ അവരെല്ലാം കരയാൻ തുടങ്ങി. എല്ലാ സിലബസുകളും ഒരിത്തിരിയായിട്ട് ചുരുങ്ങി, അതിൽ നിന്ന് ദീനിന്റെ പലതും എടുത്തു മാറ്റി. ഇങ്ങനെ വരുമ്പോൾ അവിടുത്തെ പണ്ഡിതന്മാരെല്ലാം കരഞ്ഞു. എല്ലാ നാട്ടിലെ പണ്ഡിതന്മാരും കരഞ്ഞിരുന്നു. ഷാമിലെ പണ്ഡിതന്മാരും മിസ്റിലെ പണ്ഡിതന്മാരും ലഫാറിലെ പണ്ഡിതന്മാരും മൊറോക്കോയിലെ പണ്ഡിതന്മാരും അതുപോലെ ലോകത്തിന്റെ നാനാഭാഗത്തുള്ള പണ്ഡിതന്മാരും നമ്മുടെ ദീനി വിദ്യാഭ്യാസം ഇങ്ങനെയായി പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോഴും അപ്പോഴും ഞാൻ അവരോട് പറഞ്ഞു, എന്തിന് നിങ്ങൾ കരയണം? ലോകത്ത് എന്തും സംഭവിക്കട്ടെ, പണ്ഡിതന്മാർ അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചാൽ എന്തും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. നോക്ക്, നമ്മുടെ മലബാറില് ബഹുമാനപ്പെട്ട സമസ്ത വിദ്യാഭ്യാസ ബോർഡ് ഗവൺമെന്റ് നിയന്ത്രിക്കുന്നത് പോലുള്ള ഒരു മഹാദീനി പ്രസ്ഥാനം നടത്തി വരുന്നുണ്ട്. അതുപോലുള്ള ഒന്ന് നിങ്ങൾക്ക് ഇവിടെയും സ്ഥാപിക്കാൻ കഴിയും. അവിടെ സ്കൂളുകളിൽ പോയാൽ 5 മണിക്കൂറല്ലേ പോകുന്നത്, ബാക്കി 19 മണിക്കൂറും നമ്മുടെ കയ്യിലാണുള്ളത്. അതിനെ എങ്ങനെ വേണം, ആ സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് എന്ത് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് നമുക്ക് പണ്ഡിതന്മാർക്ക് ഇരുന്നിട്ട് ആലോചിച്ചിട്ട് ആ മഹാസമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡ് ചെയ്യുന്നത് പോലെ ചെയ്താൽ നമ്മുടെ മക്കൾക്ക് ദീനീ വിദ്യാഭ്യാസം കിട്ടാനില്ല എന്നുള്ള ആ അവസ്ഥാവിശേഷം പോകും എന്ന് പറഞ്ഞിട്ട് അതുപോലെ വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടി അവരോട് ആവശ്യപ്പെട്ടു. പക്ഷെ അത് ഗവൺമെന്റാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് പിന്മാറി. പക്ഷെ ഇത് ഞാൻ പറയുന്നത്, ഇതുപോലുള്ള ഒരു മഹാനിഅമത്തിനെ അള്ളാഹു നമ്മുടെ നാട്ടിന് നൽകിയ മഹാ അനുഗ്രഹമാണ്. ദീനുൽ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് തന്നിട്ടുള്ള ഇഅ്തിമാദാണ് ഈ മഹാപ്രസ്ഥാനം. അതിനെ, അതായത് നമ്മെ സംബന്ധിച്ച ഏറ്റവും വലിയ ഉത്തരവാദിത്വം, അതിനെ നമുക്ക് എത്ര കാലം കാത്ത് രക്ഷിക്കാൻ കഴിയുമോ അതിനെ കാത്ത് രക്ഷിക്കുക എന്നുള്ളതാണ്. ഇമാമിങ്ങൾ വെള്ളവും വളവും മടുത്തിയൊത്തിയ മഹാപ്രസ്ഥാനത്തെ അതിനെ പൊളിച്ചിട്ട് വേറുണ്ടാക്കിയിട്ട് നമുക്ക് ദീനിനെ സംരക്ഷിച്ച് കളയാമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിൽ അല്ലെങ്കിൽ വേറെ എവിടെയാണ്. തീർച്ചയായിട്ടും ഇപ്പോഴും പറയുന്നു, അതായത് അവർ ചെയ്തിരിക്കുന്ന തെറ്റ്, അതായത് 34 പേരെ ബാക്കി വെച്ചുകൊണ്ടിട്ട് 6 പേര് പുറത്തു പോയിട്ട് ഈ മഹാപ്രസ്ഥാനത്തിനെ തകർക്കാൻ ശ്രമിച്ചു എന്നുള്ളത് അവർ മരിക്കുമ്പോഴും അവരുടെ മുമ്പിൽ വരുന്ന ചോദ്യചിഹ്നമായിരിക്കും എന്ന് ഓരോരുത്തരും മനസ്സിലാക്കിക്കൊള്ളട്ടെ. എന്നും മനസ്സിലാക്കിയിട്ട് ഇനിയെങ്കിലും ഈ അവസാന വേളയിലെങ്കിലും തൗബ ചെയ്തിലൂടെ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് കൃത്രിമമായ ബഹുമാനം ഉണ്ടാക്കിയിട്ട് അവർക്ക് ദീനിനെ നിലനിർത്തേണ്ട ആവശ്യമില്ല. അല്ലാഹുവാണ് അവരുടെ കൂടെ നിലനിർത്തുന്നത്. അപ്പോഴാണ് വരുന്നത്, അവർ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒന്നുമല്ലാത്ത മുടിയുടെയും അതേപ്രകാരം തന്നെ പൊടിയുടെയും ഒക്കെ ആവശ്യം ഇങ്ങനായി വരുന്നത്. ഈ സ്ഥിതിവിശേഷത്തിലേക്ക് അകപ്പെട്ടിരിക്കുമ്പോഴാണ് സഹോദരന്മാരെ, ഈ പൊടിയുടെ കാര്യം വലിയ അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല. എത്രയോ ആളുകളെ എനിക്കറിയാം, റൗള ശരീരത്തിലെ പൊടിപടലങ്ങൾ എടുത്തിട്ട് ഉറുക്ക് കെട്ടിയിട്ട് നടക്കുന്നവരെ എനിക്കറിയാം, പേര് വരെ അറിയാം. അത് പണ്ട് പണ്ടേ ഉള്ളതാണ്. പക്ഷേ ഇവർക്ക് ഇയാൾക്ക് ഇത് കിട്ടിയപ്പോ പൊട്ടൽ ഇൻസാനായതുപോലെ ആ ഒരവസ്ഥയാണ് ഉണ്ടായത്. ഇങ്ങനെയുള്ള അവസ്ഥ കൊണ്ടല്ല ദീനുൽ ഇസ്ലാമിനെ സേവിക്കേണ്ടത്. ദീനുൽ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ ദീനുൽ ഇസ്ലാമിയുടെ മാർഗത്തിലൂടെ ആയിരിക്കണം പ്രവർത്തിക്കുന്നത്. അത് നമ്മുടെ അകത്തുള്ളവരായാലും നമ്മുടെ പുറത്തുള്ളവരായാലും ഇസ്ലാമിന്റെ പ്രവർത്തനം, ഇസ്ലാമിന്റെ വീക്ഷണവും ഇസ്ലാമിന്റെ രീതിയും അനുസരിച്ചായിരിക്കണം. അങ്ങനെ ഇൻഷാ അല്ലാഹ് എവിടെ വളമുണ്ടെങ്കിൽ അതിനെ നമ്മൾ നേരെയാക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മാഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തഖിയുദ്ദീൻ പോയപ്പെട്ട മുസ്ലിയാർ അവர்களுം പാറന്നൂർ ഇബ്രാഹിം മുസ്ലിയാർ അവர்களுം വയോധികരായിട്ടുള്ള മഹാരഥന്മാർ ഇവിടെ ഉണ്ട്. അവർ എപ്പോൾ തന്നെ വരും. ഇവിടെ മഗ്‌രിബ് നമസ്കരിക്കാനുള്ള
എല്ലാ സൗകര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷവും ഇൻഷാ അല്ലാഹ് ഈ സമ്മേളനം പൂർവ്വ അവസാനം വരെ അതിന്റെ ഊർജ്ജസ്വലതയോടുകൂടെ തന്നെ നിലനിർത്തിയിട്ട് മഹാവിജയമാക്കി തരണം. ഇത് നിസ്കരിക്കാൻ അതിനുള്ള വെള്ളവും ഒക്കെ നമുക്ക് തന്നിട്ടുള്ളത് നമ്മുടെ സഹോദര ധർമ്മത്തിലെ ആണ് എന്നുള്ള കാര്യം കൂടി ഒന്നുകൂടി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമ്മളെല്ലാവരെയും അവന്റെ സ്വാഗതമായ അടിമകളിൽ കൂട്ടുമാറാകട്ടെ. മരിക്കുന്നതുവരേക്കും നമ്മൾ അവന്റെ ദീനിന്റെ സന്നിധിയിലും ദഅവത്തിലും നിലനിർത്തുമാറാകട്ടെ. ആമീൻ. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. യാതൊരു കളങ്കവും കലർപ്പുമില്ലാതെ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും ഔലിയാക്കളുടെയും പാത പിൻപറ്റിക്കൊണ്ട് സത്യമെന്താണെന്ന് മനസ്സിലാക്കി ആ സത്യത്തിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. കളങ്കവും കലർപ്പുമില്ലാതെ വളരെ ലളിതമായി കൊണ്ട് വളരെ സൂക്ഷിച്ച് ജീവിച്ചതായ മഹത്തുക്കൾ അവരുടെ ജീവിതവും അവരുടെ പ്രവർത്തനങ്ങളും എല്ലാം കണ്ണിൽ കണ്ടുകൊണ്ട് ഉറച്ച വിശ്വാസത്തോടുകൂടെയാണ് സമസ്ത കേരളയിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. പുറകിൽ നിന്നുകൊണ്ട് തന്നെ പാറ പോലെ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നാം ചിന്തിക്കേണ്ടത് നമ്മുടെ പള്ളികളിലും മദ്രസകളിലുമൊക്കെ ഒരുപാട് സഖാഫിമാർ ജോലി ചെയ്യുന്നുണ്ട്. അവരൊക്കെ സഖാഫി എന്ന പട്ടത്തിൽ അറിയപ്പെടുകയില്ല. ഒന്നെങ്കിൽ ഒരു മുസ്ലിയാർ, അല്ലെങ്കിൽ ഒരു ബാക്കവി, അല്ലെങ്കിൽ ഒരു ഫൈസി, ഇങ്ങനെ കളവ് പറഞ്ഞുകൊണ്ട് ആ മഹലിനെ കീഴടക്കിക്കൊണ്ട് കളവും വഞ്ചനയും നടത്തി മഹലായ മഹലുകളും വീടായ വീടുകളും സ്ത്രീകളെ മുഴുവനും വശീകരിച്ചുകൊണ്ട് സമസ്ത എന്ന ഉരുക്കുകോട്ടയെ അടർത്തിടാനായി നോക്കേണ്ട സമർത്ഥരായ പ്രവർത്തകരെ കരുത്തിതൊന്നാണ് സാത്വികരായൊരു നേതാക്കന്മാർ വളർത്തിയുള്ളൊരു പ്രസ്ഥാനം. സാക്ഷര കേരള മണ്ണിലിതിൻ്റെ വളർച്ചവാനോളം സമസ്ത എന്ന ഉരുക്കുകോട്ടയെ അടർത്തിടാനായി നോക്കേണ്ട സമർത്ഥരായ പ്രവർത്തകരെ കരുത്തിതൊന്നാണ്. പുന്നാര സമസ്തക്കെതിരെ എരിപിരി കൊണ്ടവരറിയണം. നൂറ്റാണ്ടിൻ ചാരത്തെത്തിയ സമസ്തക്കേറെ ഉദിപ്പെന്ന് ഇതിഹാസ പാതയിലൂടെ വിദൂരം താണ്ടിയ പ്രസ്ഥാനം. ഇതിനോട് ബദൽ പിടിക്കാൻ ആർക്കും വേണ്ട അതിമോഹം. ഇതുകാലം തീർത്ത വിളക്ക്, അണയാത്ത പുണ്യവിളക്ക്, ഒരു തെല്ലും ഇല്ല കലർപ്പ്, ഒരുമയിൽ തന്നെ കുതിപ്പ്. ഇനി നേരിൻ കാര്യമറിയാം പുണ്യ സമസ്തയിലും. ഈമാനിൻ ഇഖ്ലാസുള്ള മഹീദര പിന്തുടരാം. സമസ്ത എന്ന ഉരുക്കുകോട്ടയെ അടർത്തിടാനായി നോക്കേണ്ട സമർത്ഥരായ പ്രവർത്തകരെ കരുത്തിതൊന്നാണ്. സാത്വികരായൊരു നേതാക്കന്മാർ വളർത്തിയുള്ളൊരു പ്രസ്ഥാനം. സാക്ഷര കേരള മണ്ണിലിതിൻ്റെ വളർച്ചവാനോളം. പ്രചരണമേകി സമസ്ത സൽവഴിയേകും സന്ദേശം. പ്രതികാരക്കൊതിയില്ലാതെ ബോധനമേകി ആവേശം. പരിവർത്തനമേകി തരുന്ന സമസ്തയുടെ ആദർശം. പരലോകം പൂരിതമാക്കാൻ സരണീതെന്ന അവകാശം. വിളിയാളം നന്മയിലേക്ക് തെളിവേകും സമസ്ത നമുക്ക്. ആത്മീയ ദീപ്തിയിലേക്ക് ആകർഷമേകി നമുക്ക്.
എന്നെന്നും എല്ലാ നാളിലും സമസ്ത കനിഞ്ഞിടും മലയാള മണ്ണിതിലാകെ സമസ്ത ഉയർന്നിടും സമസ്ത എന്ന ഉരുക്കുകോട്ടയെ അടർത്തിടാനായി നോക്കേണ്ട സമർത്ഥരായ പ്രവർത്തകരെ കരുത്തിതൊന്നാണ് സാത്വികരായൊരു നേതാക്കന്മാർ വളർത്തിയുള്ളൊരു പ്രസ്ഥാനം സാക്ഷര കേരള മണ്ണിലിതിൻ്റെ വളർച്ച വാനോളം. അപ്പോൾ നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മഹലുകളിൽ അവർ ജോലിക്ക് വന്ന് കയറിക്കഴിഞ്ഞാൽ, ഈ അടുത്ത് ഞങ്ങളുടെ ഉണ്ണിക്കുളം പഞ്ചായത്തിൽ ഒരു സംഭവം ഉണ്ടായി. ഒരു സക്കാഫി അവിടെ ജോലിക്ക് പ്രവേശിച്ചു. സക്കാഫി ആണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല ജോലി സ്വീകരിച്ചത്. ബഹുമാനപ്പെട്ട നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ പ്രവർത്തിക്കുന്നതായ, അതിൻ്റെ രജിസ്ട്രേഷനിലുള്ളതായ ഒരു സ്ഥാപനം, പള്ളിയും മദ്രസും ഒക്കെ ഉള്ളൊരു സ്ഥാപനത്തിൽ ഒരു സക്കാഫി വന്ന് കയറി. അവർ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ സമസ്തനെ അനുകൂലിക്കുന്ന ആളാണോ? അതെ, ഞാൻ സമസ്തനെ അനുകൂലിക്കുന്ന ആളാണ്, അതിൻ്റെ ഭാരവാഹിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പള്ളിയിൽ കയറിയത്. പള്ളിയിൽ കയറി ജോലിയേറ്റ അതേ ദിവസം ആ പള്ളിയിൽ ചന്ദ്രിക കലണ്ടർ കാണാൻ സാധിച്ചപ്പോൾ ആ കലണ്ടർ എടുത്തു മാറ്റുകയും ളുഹർ നിസ്കാരത്തിന്റെ അതിൻ്റെ സെക്രട്ടറി പള്ളിയിൽ വന്നപ്പോൾ ഉസ്താദിനോട് ചോദിച്ചു, നമ്മുടെ ചന്ദ്രിക കലണ്ടറുടെ. അപ്പോൾ ഇയാൾ പറയുകയാണ്, അത് എത്രയോ കാലങ്ങൾക്ക്, വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിൽ കുഴിച്ചു മൂടിയിട്ടുണ്ട്. അങ്ങനെ ആ സെക്രട്ടറി അതൊരു പ്രശ്നമാക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ അത് അവസാനിപ്പിച്ചു. അപ്പോൾ ചോദിച്ചു, ആ കലണ്ടർ എവിടെ? അപ്പം പറഞ്ഞത് കട്ടിൻ്റെ ചോട്ടിൽ ഉണ്ട്. അങ്ങനെ അദ്ദേഹം പോയി അത് എടുത്ത് ഉയർത്തിക്കൊണ്ട് വീണ്ടും അതേ ചുമരിൽ തന്നെ വെച്ചു. അപ്പോൾ പറയുകയാണ്, ഈ സെക്രട്ടറിയോട് പറയാനുള്ളത്, അദ്ദേഹം ഒരു അധ്യാപകൻ, മാഷാണ്, സ്കൂൾ പഠിക്കുന്ന ഒരു മാഷാണ്. അയാളോട് പറയുകയാണ്, ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എങ്കിലും ചിന്തിക്കാനുള്ള ബുദ്ധിയുണ്ട്. അങ്ങനെ അവിടെ 10-25 വർഷങ്ങൾ ജോലി ചെയ്തിരുന്ന സദറിനെ മാറ്റണമെന്നും പകരം അവിടുത്തെ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സിലബസ് മാറ്റി വേറൊരു സിലബസ് ഉണ്ടാക്കണമെന്നും വന്ന അതേ ദിവസം പറയുകയും രണ്ടാമത്തെ ദിവസം ഈ ആളെ കെട്ടി പറഞ്ഞേക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തി നോക്കുമ്പോൾ അവർ സക്കാഫിയാണ്. ഇങ്ങനെ കളവും വഞ്ചനയും എല്ലാം നടത്തിക്കൊണ്ടാണ് നമ്മുടെ മഹലിനെ പിടിച്ചടക്കാൻ അവർ നോക്കുന്നത്. അവിടെ ശ്രദ്ധിക്കണം, നമ്മളെ പല ഭാഗങ്ങളിലും സ്ത്രീകളെയാണ് ഇതിലൊക്കെ അവർ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സമ്മേളനം നടന്നപ്പോൾ കോഴിമുട്ടയും അരിയും പഞ്ചസാരയും ഗോതമ്പും മറ്റുള്ള എല്ലാ സാധനങ്ങളും ജഗപുകയാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു സമ്മേളനം നടത്തി. എവിടേക്കാണ് ഇത് കൊണ്ടുപോകണം? ഇത്രയും ദാരിദ്ര്യം പിടിച്ച ഒരാളാണോ കാന്തപുരം? കോടികൾ അട്ടിമറിച്ചുകൊണ്ട് പോകുന്ന ഈ പോക്ക് എങ്ങോട്ടാണ്? നിങ്ങൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉലമാക്കൾ ഇന്ന് വരെ അങ്ങനെ ജീവിതം നയിച്ചിട്ടില്ല, അവർ നയിക്കുകയുമില്ല.